ഇത് വെസ്റ്റേൺ ഇൻ ഹോട്ടലിനെ കുറിച്ചുള്ള കഥയാണ്. വെസ്റ്റേൺ ഇൻ ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ച് മുംബൈയിലും തുറന്നിരുന്നു. ഈ ബ്രാഞ്ചിന്റെ മാനേജർ ദിലീപ് ആയിരുന്നു. ദിലീപ് വളരെ കർശനക്കാരനായിരുന്നു. കഥ എന്താ ഇത്? ഇന്ന് നീ 2-3 മിനിറ്റ് ലേറ്റ് ആണല്ലോ. സർ, ഞാൻ വരുമ്പോൾ ബസ്സിൽ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാ. ഇന്നും എന്തെങ്കിലും ഒരു കാരണം കാണും. സർ, ഞാൻ ആദ്യമായിട്ടാ ലേറ്റ് ആയത്. അത് ശരി. അപ്പൊ ഇതിന്റെ പേരിൽ നീ നിന്റെ സീനിയേഴ്സിനോട് ആർഗ്യുമെന്റ് ചെയ്യുമല്ലേ? ഇല്ല സർ, സോറി സർ. ഇപ്പൊ പോയി ജോലി ചെയ്യേ. നാളെ തൊട്ട് ബി ഓൺ ടൈം. ഓക്കെ? ഓക്കെ സർ. കഥ അടുക്കളയിലേക്ക് പോയി. അവിടെ അവളുടെ ഫ്രണ്ട്സ് വിക്രമും നേനയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കഥയുടെ വാടിയ മുഖം കണ്ടപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ആ മാനേജറിനെ ഞാൻ ഒരു ദിവസം കൊല്ലും. നീ തനിച്ചല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. അല്ല, ഇന്നലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഞാൻ എന്നും ഉണ്ടാക്കുന്ന പനീർ ബട്ടർ ഉണ്ടാക്കി. ആ സമയത്താണ് മാനേജർ വന്നത്. ഞാനപ്പോ ഉപ്പിട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 1/2 സ്പൂൺ പോരാ, 1 സ്പൂൺ മുഴുവനായിട്ട് ഇടണമെന്ന്. പനീർ ബട്ടറിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സീനിയേഴ്സ് പറഞ്ഞത് അനുസരിക്കണമെന്ന്. ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. ഞാൻ ബട്ടർ പനീരും കൊണ്ട് ഗസ്റ്റിന്റെ അടുത്തെത്തി. ഗസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ഒച്ച വെച്ചു. ബട്ടർ പനീർ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? എന്തൊരു ഉപ്പാ! ഇതുപോലും ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെന്തിനാ ഇത്രയും വലിയ ഹോട്ടൽ തുടങ്ങിയത്? അപ്പോൾ മാനേജർ ഗസ്റ്റിന്റെ അടുത്തേക്ക് ഓടി വന്നു. സോറി സാർ, ഒരുപക്ഷെ ഞങ്ങളുടെ ഷെഫിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. കാരണം അദ്ദേഹം പുതിയതായിട്ട് വന്നയാളാ. എനിക്ക് ആ മാനേജറുടെ ഭയങ്കര ദേഷ്യം തോന്നി. സത്യത്തിൽ ഈ പുതിയ മാനേജർ ഉണ്ടല്ലോ, ഭയങ്കര തലവേദനയാണ്. അയാൾ നമ്മൾ വിചാരിക്കുന്ന ടൈപ്പല്ല, മഹാ തരികിടയാ. അയാൾ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഫോറിനിൽ നിന്നാണ് അയാൾ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി എടുത്തത്. അതിന്റെ അഹങ്കാരം കാണിക്കുന്നത്. അതൊക്കെ വെറുതെയാ. എനിക്കിതൊക്കെ അറിയാം. അയാൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ എക്സ്പീരിയൻസ് ഇയാളുടെ കരിയറിനേക്കാൾ കൂടുതലാ. അതയാൾക്കറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് മാനേജറുടെ ശബ്ദം കേട്ടു. ആ നൈന, കഥ നിങ്ങൾ എന്തായി കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ ടേബിൾ സെറ്റ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ നൈഫ് വെക്കണം, ലെഫ്റ്റ് സൈഡിൽ സ്പൂൺ വെക്കണം. സർ, അത് ലെഫ്റ്റ് ഹാൻഡുകാർക്കുള്ളതാണ്. ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ കഥ. ഐ ആം ബെറ്റർ ക്വാളിഫൈഡ്. സോറി സർ. കഥയും നേനയും വിക്രമും 3 പേരും പുതിയ മാനേജർ കാരണം വിഷമിച്ചു. ഈ മാനേജറിന് ശരിക്കും ജോലി അറിയില്ല, ശാന്തമായി സംസാരിക്കാനും അറിയില്ല. മാനേജർ എല്ലാവരോടും എപ്പോഴും തട്ടിക്കയറിക്കൊണ്ടേയിരുന്നു. അയാൾ എല്ലാ എംപ്ലോയീസിന്റെയും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അന്ന് രാത്രി ഹോട്ടൽ ക്ലോസ് ചെയ്തതിനു ശേഷം നേനയും കഥയും വിക്രമും 3 പേരും റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ മഴ പെയ്യാൻ ആരംഭിച്ചു. ഭയങ്കര മഴയാണല്ലോ. ഇതും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് ഒരു വലിയ കാർ വന്ന് നിന്നു. കാറിൽ വന്ന ആൾ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി. മഴ ഇപ്പോഴൊന്നും നിൽക്കില്ല. വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം. അത് എന്തിനാ മടിക്കുന്നേ? മഴ ഇപ്പോഴൊന്നും തോരണ മട്ടില്ല. വെറുതെ മഴ നനഞ്ഞ് പനി വരുത്തണ്ട. ശരി. 3 പേരും കാറിന്റെ അകത്തിരുന്നു. താങ്ക് യു സർ. യു ആർ മോസ്റ്റ് വെൽക്കം. എപ്പോഴും ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരെ സഹായിക്കണം. എല്ലാവരും നിങ്ങളെപ്പോലെ നല്ലവരായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. എല്ലായിടത്തും നടക്കുന്നതാ. ബോസും ബോസിന്റെ അഹങ്കാരവും. നിങ്ങളെ കണ്ടിട്ട് ഹോട്ടലിലെ ജോലിക്കാരാണെന്ന് തോന്നുന്നു. ആ ഹോട്ടൽ മുതലാളി ഒരു അഹങ്കാരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല സർ, അതൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല. അദ്ദേഹം വളരെ നല്ലവനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ മാനേജറെ കുറിച്ചാണ് വിഷമിക്കുന്നത്. ആ മാനേജർ ഫോറിനിൽ നിന്ന് ഡിഗ്രിയും കൊണ്ടാ വന്നിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒരു ജോലി പോലും അറിയില്ല. എല്ലാ ജോലിയും അയാൾ കുഴപ്പത്തിലാക്കും. ഞങ്ങളെ വഴക്ക് പറയും, അതും ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച്. എന്നിട്ടും എന്താ നിങ്ങൾ ആ മാനേജറെ കുറിച്ച് പരാതി ഒന്നും പറയാത്തത്? സാർ, ഞങ്ങൾ സാധാരണ ജോലിക്കാരല്ലേ. ഞങ്ങൾ എങ്ങനെയാ സാറേ പരാതി പറയുന്നത്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരുപക്ഷെ ആ മാനേജർ കാരണം നിങ്ങളുടെ ഹോട്ടലിന്റെ പേര് ചീത്തയായ നിങ്ങൾക്കല്ലേ നഷ്ടം? നിങ്ങൾക്കും അത് ചീത്തപ്പേര് തന്നെയല്ലേ? വേണ്ട സർ, അതിനേക്കാൾ നല്ലത് ആ മാനേജറോട് വഴക്കിട്ട് ഒരു പോംവഴി ഉണ്ടാക്കുന്നതാണ്. സാർ, ഞങ്ങളുടെ വീട് എത്താറായി. ഞങ്ങൾ കാരണം സാറിന് ഒത്തിരി ബുദ്ധിമുട്ടായി അല്ലേ? സോറി ഒന്നും പറയണ്ട. ഐ ഹോപ്പ് നാളെ തൊട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും കേട്ടോ. 3 പേരും രാഘവേന്ദറിന് ബായ് പറഞ്ഞു. അയാൾ കാറും കൊണ്ട് അവിടെ നിന്ന് പോയി. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ എത്ര ഡൗൺ ടു എർത്ത് ആണ്. നമ്മൾ സാധാരണ ഹോട്ടലിലെ എംപ്ലോയീസ് ആണെന്ന് അയാൾക്ക് അറിയാം. എന്നിട്ടും നമ്മളെ എത്ര വലിയ കാറിലാ കയറ്റിയത്. അയാൾക്ക് ഒട്ടും തന്നെ അഹങ്കാരവും ഇല്ല. ശരിക്കും വളരെ താഴ്മയുള്ള ഒരാൾ.
എല്ലാവരും നമ്മുടെ മാനേജറിനെ പോലെ ആവുമോ? 3 പേരും അവരവരുടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം എന്നത്തെയും പോലെ എല്ലാവരും ജോലിക്കെത്തി. അഹങ്കാരിയായ മാനേജർ എല്ലാവരെയും എപ്പോഴും പോലെ വഴക്ക് പറഞ്ഞു. പിന്നീട് ഹോട്ടലിൽ ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. കൃത്യം 11 മണിക്ക് ആ മധ്യവയസ്കൻ ഹോട്ടലിലേക്ക് വന്നു. നേന അയാളുടെ നേരെ നോക്കി. എന്നിട്ട് അടുത്തു ചെന്ന് അയാളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഗുഡ് മോർണിംഗ് സർ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഗുഡ് മോർണിംഗ്. നേന ചിരിച്ചുകൊണ്ട് അയാളോട് സംസാരിച്ചു. അത് കണ്ടപ്പോൾ മാനേജർക്ക് ദേഷ്യം വന്നു. നേന കിച്ചണിലേക്ക് പോയപ്പോൾ മാനേജർ അവളുടെ കൂടെ ചെന്നു. എന്നിട്ട് അവളെ വഴക്ക് പറഞ്ഞു. വരുന്ന ഗസ്റ്റുകളോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്നറിയില്ലേ? മാനേജർ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രഘുവേന്ദർ അവിടേക്ക് ചെന്നു. സർ, ഇത് കിച്ചണ്. ഇവിടെ ആർക്കും പ്രവേശനമില്ല. ഗസ്റ്റ് ആർ നോട്ട് അലൗഡ്. ഐ നോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ല സർ. ഞാനാണ് രഘുവേന്ദ്ര സീട്ടിയ, ഈ ഹോട്ടലിന്റെ മുതലാളി. നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. സർ, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറയാം. ആദ്യം നിനക്ക് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. പിന്നെ നീ ഒരു അഹങ്കാരിയാണ്. നിനക്കിവിടെ ജോലിയില്ല. ഒരു മാനേജർ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാം വീഴ്ച വരുത്തിയ തന്നെ എന്റെ ഹോട്ടലിൽ ജോലിക്ക് വേണ്ട. ഡു യു അണ്ടർസ്റ്റാൻഡ്? നേനയും കഥയും വിക്രമും 3 പേരും അത്ഭുതപ്പെട്ടു. തങ്ങളുടെ ഹോട്ടലിലെ മുതലാളിയായിരുന്നു അവർ കണ്ടത് എന്നവർക്ക് വിശ്വസിക്കാനായില്ല. അല്ല, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഭാഗ്യവാനാ. അതുകൊണ്ടാ എനിക്ക് നല്ല ജോലിക്കാരെ തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കാരണം ഇയാളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്റെ ഹോട്ടലിന്റെ സൽപ്പേര് കളഞ്ഞില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. രഘുവീന്ദർ സേട്ട് അവിടെ നിന്ന് പോയി. മാനേജർക്ക് തന്റെ അഹങ്കാരത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് അഹങ്കാരം മനുഷ്യരെ തറ പറ്റിക്കുമെന്ന്. ഇത് വെസ്റ്റേൺ ഇൻ ഹോട്ടലിനെ കുറിച്ചുള്ള കഥയാണ്. വെസ്റ്റേൺ ഇൻ ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ച് മുംബൈയിലും തുറന്നിരുന്നു. ഈ ബ്രാഞ്ചിന്റെ മാനേജർ ദിലീപ് ആയിരുന്നു. ദിലീപ് വളരെ കർശനക്കാരനായിരുന്നു. കഥേ, എന്താ ഇത്? ഇന്ന് നീ 2-3 മിനിറ്റ് ലേറ്റ് ആണല്ലോ. സർ, ഞാൻ വരുമ്പോൾ ബസ്സിൽ ഉറങ്ങിപ്പോയി. അതുകൊണ്ടാ. എന്നും എന്തെങ്കിലും ഒരു കാരണം കാണും. സർ, ഞാൻ ആദ്യമായിട്ടാ ലേറ്റ് ആയത്. അത് ശരി. അപ്പൊ ഇതിന്റെ പേരിൽ നീ നിന്റെ സീനിയേഴ്സിനോട് ആർഗ്യുമെന്റ് ചെയ്യും അല്ലേ? ഇല്ല സർ, സോറി സർ. ഇപ്പൊ പോയി ജോലി ചെയ്യേ. നാളെ തൊട്ട് ബി ഓൺ ടൈം. ഓക്കെ? ഓക്കെ സർ. കഥ അടുക്കളയിലേക്ക് പോയി. അവിടെ അവളുടെ ഫ്രണ്ട്സ് വിക്രമും നേനയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കഥയുടെ വാടിയ മുഖം കണ്ടപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് 2 പേർക്കും മനസ്സിലായി. ആ മാനേജറിനെ ഞാൻ ഒരു ദിവസം കൊല്ലും. നീ തനിച്ചല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. അല്ല, ഇന്നലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഞാൻ എന്നും ഉണ്ടാക്കുന്ന പനീർ ബട്ടർ ഉണ്ടാക്കി. ആ സമയത്താണ് മാനേജർ വന്നത്. ഞാനപ്പോ ഉപ്പിട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 1/2 സ്പൂൺ പോരാ, 1 സ്പൂൺ മുഴുവനായിട്ട് ഇടണമെന്ന്. പനീർ ബട്ടറിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സീനിയേഴ്സ് പറഞ്ഞത് അനുസരിക്കണമെന്ന്. ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. ഞാൻ ബട്ടർ പനീരും കൊണ്ട് ഗസ്റ്റിന്റെ അടുത്തെത്തി. ഗസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ഒച്ച വെച്ചു. ബട്ടർ പനീർ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? എന്തൊരു ഉപ്പാ! ഇതുപോലും ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെന്തിനാ ഇത്രയും വലിയ ഹോട്ടൽ തുടങ്ങിയത്? അപ്പോൾ മാനേജർ ഗസ്റ്റിന്റെ അടുത്തേക്ക് ഓടി വന്നു. സോറി സാർ, ഒരുപക്ഷെ ഞങ്ങളുടെ ഷെഫിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. കാരണം അദ്ദേഹം പുതിയതായിട്ട് വന്നയാളാ. എനിക്ക് ആ മാനേജറോട് ഭയങ്കര ദേഷ്യം തോന്നി. സത്യത്തിൽ ഈ പുതിയ മാനേജർ ഉണ്ടല്ലോ, ഭയങ്കര തലവേദനയാണ്. അയാൾ നമ്മൾ വിചാരിക്കുന്ന ടൈപ്പല്ല, മഹാ തരികിടയാ. അയാൾ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഫോറിനിൽ നിന്നാണ് അയാൾ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി എടുത്തത്. അതിന്റെ അഹങ്കാരം കാണിക്കുന്നത്. അതൊക്കെ വെറുതെയാ. എനിക്കിതൊക്കെ അറിയാം. അയാൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ എക്സ്പീരിയൻസ് ഇയാളുടെ കരിയറിനേക്കാൾ കൂടുതലാ. അതയാൾക്കറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് മാനേജറുടെ ശബ്ദം കേട്ടു. ആ നൈന, കഥ, നിങ്ങൾ എന്തായി കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ ടേബിൾ സെറ്റ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ നൈഫ് വെക്കണം, ലെഫ്റ്റ് സൈഡിൽ സ്പൂൺ വെക്കണം. സർ, അത് ലെഫ്റ്റ് ഹാൻഡുകാർക്ക് ഉള്ളതാണ്. ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ കഥ. ഐ ആം ബെറ്റർ ക്വാളിഫൈഡ്. സോറി സർ. കഥയും നേനയും വിക്രമും 3 പേരും പുതിയ മാനേജർ കാരണം വിഷമിച്ചു. ഈ മാനേജറിന് ശരിക്ക് ജോലി അറിയില്ല. ശാന്തമായി സംസാരിക്കാനും അറിയില്ല. മാനേജർ എല്ലാവരോടും എപ്പോഴും തട്ടിക്കയറിക്കൊണ്ടേയിരുന്നു. അയാൾ എല്ലാ എംപ്ലോയീസിന്റെയും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അന്ന് രാത്രി ഹോട്ടൽ ക്ലോസ് ചെയ്തതിനു ശേഷം നേനയും കഥയും വിക്രമും 3 പേരും റോഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ മഴ പെയ്യാൻ ആരംഭിച്ചു. ഭയങ്കര മഴയാണല്ലോ. ഇതും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് ഒരു വലിയ കാർ വന്ന് നിന്നു. കാറിൽ വന്ന ആൾ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി. മഴ ഇപ്പോഴൊന്നും നിൽക്കില്ല.
വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം. അത് എന്തിനാ മടിക്കുന്നേ? മഴ ഇപ്പോഴൊന്നും തോരണ മട്ടില്ല. വെറുതെ മഴ നനഞ്ഞ് പനി വരുത്തണ്ട. ശരി. 3 പേരും കാറിന്റെ അകത്തിരുന്നു. താങ്ക് യു സർ. യു ആർ മോസ്റ്റ് വെൽക്കം. എപ്പോഴും ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരെ സഹായിക്കണം. എല്ലാവരും നിങ്ങളെപ്പോലെ നല്ലവരായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. എല്ലായിടത്തും നടക്കുന്നതാ. ബോസും ബോസിന്റെ അഹങ്കാരവും. നിങ്ങളെ കണ്ടിട്ട് ഹോട്ടലിലെ ജോലിക്കാരാണെന്ന് തോന്നുന്നു. ആ ഹോട്ടൽ മുതലാളി ഒരു അഹങ്കാരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല സർ, അതൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല. അദ്ദേഹം വളരെ നല്ലവനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ മാനേജറെ കുറിച്ചാണ് വിഷമിക്കുന്നത്. ആ മാനേജർ ഫോറിൽ നിന്ന് ഡിഗ്രിയും കൊണ്ടാ വന്നിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒരു ജോലി പോലും അറിയില്ല. എല്ലാ ജോലിയും അയാൾ കുഴപ്പത്തിലാക്കും. ഞങ്ങളെ വഴക്ക് പറയും, അതും ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച്. എന്നിട്ടും എന്താ നിങ്ങൾ ആ മാനേജറെ കുറിച്ച് പരാതി ഒന്നും പറയാത്തത്? സാർ, ഞങ്ങൾ സാധാരണ ജോലിക്കാരല്ലേ. ഞങ്ങൾ എങ്ങനെയാ സാറേ പരാതി പറയുന്നത്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരുപക്ഷെ ആ മാനേജർ കാരണം നിങ്ങളുടെ ഹോട്ടലിന്റെ പേര് ചീത്തയായ നിങ്ങൾക്കല്ലേ നഷ്ടം? നിങ്ങൾക്കും അത് ചീത്തപ്പേര് തന്നെയല്ലേ? വേണ്ട സർ, അതിനേക്കാൾ നല്ലത് ആ മാനേജറോട് വഴക്കിട്ട് ഒരു പോംവഴി ഉണ്ടാക്കുന്നതാണ്. സാർ, ഞങ്ങളുടെ വീടെത്താറായി. ഞങ്ങൾ കാരണം സാറിന് ഒത്തിരി ബുദ്ധിമുട്ടായി അല്ലേ? സോറി ഒന്നും പറയണ്ട. ഐ ഹോപ്പ് നാളെ തൊട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാകും കേട്ടോ. 3 പേരും രാഘവേന്ദറിന് ബായ് പറഞ്ഞു. അയാൾ കാറും കൊണ്ട് അവിടെ നിന്ന് പോയി. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ എത്ര ഡൗൺ ടു എർത്ത് ആണ്. നമ്മൾ സാധാരണ ഹോട്ടലിലെ എംപ്ലോയീസ് ആണെന്ന് അയാൾക്ക് അറിയാം. എന്നിട്ടും നമ്മളെ എത്ര വലിയ കാറിലാ കയറ്റിയത്. അയാൾക്ക് ഒട്ടും തന്നെ അഹങ്കാരവും ഇല്ല. ശരിക്കും വളരെ താഴ്മയുള്ള ഒരാൾ. എല്ലാവരും നമ്മുടെ മാനേജറിനെ പോലെ ആവുമോ? 3 പേരും അവരവരുടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം എന്നത്തെയും പോലെ എല്ലാവരും ജോലിക്കെത്തി. അഹങ്കാരിയായ മാനേജർ എല്ലാവരെയും എപ്പോഴും പോലെ വഴക്ക് പറഞ്ഞു. പിന്നീട് ഹോട്ടലിൽ ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. കൃത്യം 11 മണിക്ക് ആ മധ്യവയസ്കൻ ഹോട്ടലിലേക്ക് വന്നു. നേന അയാളുടെ നേരെ നോക്കി. എന്നിട്ട് അടുത്ത് ചെന്ന് അയാളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഗുഡ് മോർണിംഗ് സർ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഗുഡ് മോർണിംഗ്. നേന ചിരിച്ചുകൊണ്ട് അയാളോട് സംസാരിച്ചു. അത് കണ്ടപ്പോൾ മാനേജർക്ക് ദേഷ്യം വന്നു. നേന കിച്ചണിലേക്ക് പോയപ്പോൾ മാനേജർ അവളുടെ കൂടെ ചെന്നു. എന്നിട്ട് അവളെ വഴക്ക് പറഞ്ഞു. വരുന്ന ഗസ്റ്റുകളോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്നറിയില്ലേ? മാനേജർ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രഘുവേന്ദർ അവിടേക്ക് ചെന്നു. സർ, ഇത് കിച്ചണാ. ഇവിടെ ആർക്കും പ്രവേശനമില്ല. ഗസ്റ്റ് ആർ നോട്ട് അലൗഡ്. ഐ നോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ല സർ. ഞാനാണ് രഘുവേന്ദ്ര സീട്ടിയ, ഈ ഹോട്ടലിന്റെ മുതലാളി. നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. സർ, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറയാം. ആദ്യം നിനക്ക് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. പിന്നെ നീ ഒരു അഹങ്കാരിയാണ്. നിനക്കിവിടെ ജോലിയില്ല. ഒരു മാനേജർ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാം വീഴ്ച വരുത്തിയ തന്നെ എന്റെ ഹോട്ടലിൽ ജോലിക്ക് വേണ്ട. ഡു യു അണ്ടർസ്റ്റാൻഡ്? നേനയും കഥയും വിക്രമും 3 പേരും അത്ഭുതപ്പെട്ടു. തങ്ങളുടെ ഹോട്ടലിലെ മുതലാളിയായിരുന്നു അവർ കണ്ടത് എന്നവർക്ക് വിശ്വസിക്കാനായില്ല. അത് സർ, അല്ല, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഭാഗ്യവാനാ. അതുകൊണ്ടാ എനിക്ക് നല്ല ജോലിക്കാരെ തന്നെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കാരണം ഇയാളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്റെ ഹോട്ടലിന്റെ സൽപ്പേര് കളഞ്ഞില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. രഘുവീന്ദർ സേട്ട് അവിടെ നിന്ന് പോയി. മാനേജർക്ക് തന്റെ അഹങ്കാരത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് അഹങ്കാരം മനുഷ്യരെ തറ പറ്റിക്കുമെന്ന്.